ഉലുവ പാൽക്കഞ്ഞി കുടിക്കുകയാണ്. നല്ല കർക്കിടക മാസമാണ്. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പഴയ കാരണവന്മാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേഹരക്ഷയ്ക്കായിട്ട് കർക്കിടക മാസത്തിൽ കഴിക്കാവുന്ന ഉലുവ പാൽക്കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. കഞ്ഞി തന്നെ പല രീതിയിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ശരീരപുഷ്ടിക്കും ഇത് നമുക്കൊരു 7 ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ്. പ്രസവരക്ഷയ്ക്കും ഇത് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ്. മുലപ്പാൽ വർദ്ധിക്കുന്നതിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഈ ഒരു കഞ്ഞി നമുക്ക് തയ്യാറാക്കാനായിട്ട് 1/4 ഗ്ലാസ് ഉലുവ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്ര തന്നെ നമ്മൾ ചെറുപയറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സൂചി ഗോതമ്പ് 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഞവര അരി എടുക്കാം, അല്ലെങ്കിൽ ഉണക്കലരി, പച്ചരി, ഇതിലേതെങ്കിലുമൊക്കെ എടുക്കാം. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഞവര അരി എടുക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. നമ്മളിവിടെ പയറും ഉലുവയും 8 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ രാത്രി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. പയർ ഞാനിപ്പോൾ ഒന്നുകൂടി കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഉലുവ നമുക്ക് ഈ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ 1 വിസിലാണ് കേൾപ്പിച്ചെടുക്കാൻ പോകുന്നത്. അതേസമയം നമുക്ക് സൂചി ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുക്കളയുടെ പുറകുവശത്തുള്ള കോവൽപ്പന്തലാണിത്. ഇന്നലെ ഞങ്ങൾ അത്യാവശ്യം ഒരു കറിക്കുള്ള കോവയ്ക്കായൊക്കെ പറിച്ചെടുത്തു. കോവയ്ക്ക ഇത് ഉണ്ട കോവയ്ക്കയാണ്. ഒരുപാട് വലിപ്പം വയ്ക്കില്ല, പക്ഷെ എന്നാൽ നല്ല കട്ടിയുണ്ട്, തൂക്കമുള്ള കോവയ്ക്കയാണ്. പക്ഷേ ഈ നെറ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള നെറ്റായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങളിവിടെ നല്ല കറക്റ്റായിട്ടുള്ള നെറ്റ് വെച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് ഇങ്ങോട്ട് വളരാം. ഇവിടെ വേറെ ഒരു പന്തലുണ്ട്. അതിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ ബഡ് ഓറഞ്ചാണ്. ഈ വർഷം ഒരുപാട് കായ്കളുണ്ടായി കേട്ടോ. ഞങ്ങൾ ഒത്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു, സാലഡിലൊക്കെ ഇത് പിഴിഞ്ഞൊഴിച്ചു, അങ്ങനെ പല രീതിയിലൊക്കെ ഉപയോഗിച്ചു. ഇതിപ്പോൾ ഞങ്ങളുടെ പപ്പായയാണ്. ഇത് അധികം ഹൈറ്റൊന്നും ആയിട്ടില്ല, എങ്കിലും നിറയെ കായ്കളുണ്ടായിട്ടുണ്ട്. എൻ്റെ മോൻ സ്റ്റെഫിൻ പറഞ്ഞിരിക്കുകയാണ് ഇത് അവന് പഴുക്കുമ്പോൾ പറിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ചെറിയ മഞ്ഞൾ കൃഷിയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ നിറയെ മഞ്ഞൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ വെള്ളക്കാന്താരി കൂടി വളർന്നു വരുന്നുണ്ട്. ഞാൻ നട്ടതാണ് കേട്ടോ. ഉലുവ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചെറുപയറും അതുപോലെ തന്നെ സൂചി ഗോതമ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. 2 വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. അരമുറി തേങ്ങ, കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1-ാം പാലും 2-ാം പാലും ആ രീതിയിൽ നമുക്ക് എടുത്തു വയ്ക്കണം. ആദ്യം നമ്മൾ 2-ാം പാലാണ് ചേർക്കുന്നത്, അതിന് ശേഷമാണ് 1-ാം പാൽ ചേർക്കുന്നത്. ഞങ്ങളുടെ ഈ ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായിട്ടുണ്ട്. ഞങ്ങളുടെ പെരതാമസത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്ന കൂട്ടത്തിലുള്ളതാണ് ഈ ഗ്യാസ് സ്റ്റവും. ബട്ടർഫ്ലൈയുടെ ഒരു പ്രോഡക്റ്റാണ്. ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ ഈ സ്റ്റൗവിന് വന്നിട്ടില്ല. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടിൽ വേറൊരു സ്റ്റൗ ആണ്, അതിനാണെങ്കിൽ എപ്പോഴും പ്രശ്നം, എപ്പോഴും ടെക്നീഷ്യനെ വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ബട്ടർഫ്ലൈയുടെ മിക്സി ആണെങ്കിലും സ്റ്റൗ ആണെങ്കിലും യാതൊരു പ്രോബ്ലവും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ. ഇതിൻ്റെ സ്റ്റീലൊക്കെ ആണെങ്കിലും വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പാടോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, നല്ല ഇതായിട്ടിരിപ്പുണ്ട്. എന്തായാലും ഈ സ്റ്റൗവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. കാര്യം അച്ഛൻ വാങ്ങിത്തന്നതാണല്ലോ എന്നോർത്തപ്പോൾ അച്ഛനിപ്പോൾ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്കും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലൊരു സാധനമാണിത്. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാരമില്ല, നമുക്കിതിലേക്ക് 1.5 ഗ്ലാസ് 2-ാം പാലൊഴിച്ച് ഒന്നുകൂടി അടപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് വരികയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക്
ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഔഷധക്കഞ്ഞി ആണെങ്കിലും അതുപോലെ ലേഹ്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചൊരു സമയമെടുക്കുന്നൊരു കാര്യമാണ്. എന്നാലും തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് അത്രയും ഗുണങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് രാവിലെ അല്ലെങ്കിൽ രാത്രി ഭക്ഷണമായിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇത് കഴിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലത്. ഇതിനകത്ത് ശർക്കര ചേർത്തിട്ടില്ല, എന്നാൽ ഞങ്ങൾ വേറെ സെറ്റ് ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു ചെറിയ മധുരവും കൂടി കിട്ടും. അപ്പം നമ്മൾ പാൽക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉലുവ കഞ്ഞി കുടിക്കുമ്പോൾ ശർക്കര വേണമെന്നില്ല. കൊള്ളാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അറിവുകൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സാധിക്കുമെങ്കിൽ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ആനി യൂജിൻ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.